BJP കോടിക്കണക്കിന് ഉറുപ്പിയായിട്ടാണ് നമ്മുടെ മണ്ഡലത്തിൽ സഞ്ചരിക്കുന്നത്. BJPയുടെ സ്ഥാനാർത്ഥി കേന്ദ്രമന്ത്രിയായിരുന്നു എന്നാ പറയുന്നത്. 5 വർഷക്കാലം കേന്ദ്രമന്ത്രിയായിരുന്ന മുരളീധരൻ നമ്മുടെ സ്ഥാനാർത്ഥി ഈ കേരളത്തിന് വേണ്ടി ഒരക്ഷരം ഉരിയാടുന്നത് നമ്മൾ എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ? കേന്ദ്രമന്ത്രിയായിരുന്ന കാലത്ത് നമ്മുടെ സംസ്ഥാനത്തിന്റെ ഖജനാവിലെ പണം ഉപയോഗിച്ച് സംസ്ഥാനത്തുടനീളം സഞ്ചരിച്ച് ചാനലുകളുടെ മുന്നിൽ ഈ സർക്കാരിനെതിരായിട്ടും ഈ സംസ്ഥാനത്തെ ജനങ്ങൾക്കെതിരായിട്ടും നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്ന ഒരാൾ മാത്രമായിരുന്നു. വിദേശകാര്യ സഹമന്ത്രി എന്ന് പറയുന്ന വകുപ്പ് മാറ്റി കുത്തിത്തിരിപ്പ് മന്ത്രി എന്നുള്ള ഒരു വകുപ്പ് കൊടുത്താൽ അത് നന്നായിരിക്കും എന്ന് അക്കാലത്തൊരിക്കൽ ഞാൻ പറഞ്ഞു. ഇപ്പോൾ സ്ഥാനാർത്ഥിയാവുമ്പോൾ അങ്ങനെ പറയാൻ പാടില്ലല്ലോ. ഇന്ന് കവലകളിൽ എല്ലാവരും ചോദിക്കുകയാണ്, 10 പേര് കൂടുന്ന സ്ഥലത്ത് ചോദിക്കുകയാണ്, 5 വർഷക്കാലം കേന്ദ്രമന്ത്രിയായിരുന്ന നമ്മുടെ BJPയുടെ സ്ഥാനാർത്ഥി ഈ സംസ്ഥാനത്തിനു വേണ്ടി, ഈ നാടിനു വേണ്ടി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഇവരാകെ പറയുന്നത് ശബരിമലയും സ്വർണ്ണക്കൊള്ളയാണ്. മൈക്കനോട്സ് മുഴുവൻ അതാണ്. കലക്ക വെള്ളത്തിൽ മീൻ പിടിക്കാൻ നിൽക്കണ്ട. സ്വർണ്ണക്കൊള്ള നടത്തിയത് ആരായിരുന്നാലും ശരി, അവരെല്ലാവരും തന്നെ നിയമത്തിന്റെ മുന്നിലും ജയിലിലുമാകുമെന്നുള്ള കാര്യത്തിന് ഒരുത്തിനും സംശയമൊന്നും വേണ്ട. ദൈവത്തിനോട് ചേർന്ന് നിൽക്കുന്ന ചിലരെ പിടിക്കുമ്പോൾ വല്ലാത്ത വേവലാതിയാ. നിങ്ങൾ കേട്ടില്ലേ? മുഖ്യമന്ത്രിയുടെ വീട്ടിലേക്ക് മാർച്ച്, DGPയുടെ ഓഫീസിലേക്ക് മാർച്ച്. എന്തിനു വേണ്ടിയിട്ടാ? ദൈവത്തിനോട് ചേർന്ന് നിൽക്കുന്നവനെ പോലീസ് പിടിച്ചു വന്ന കള്ളനെയാ പിടിക്കുക. ഏത് കള്ളനെ പിടിച്ചാലും കള്ളനാണെങ്കിൽ, കള്ളത്തിനും കാണിക്കുന്നവനാണെങ്കിൽ കള്ളൻ തന്നെയാണ്, അവനെ പിടിക്കേണ്ടത് തന്നെയാണ്. അക്കാര്യം സംശയമില്ലുണ്ടോ? അഭിവാദ്യങ്ങൾ, അഭിവാദ്യങ്ങൾ. സഖാവ് പിണറായിക്ക് അഭിവാദ്യങ്ങൾ, 100 ചുവപ്പന്റെ അഭിവാദ്യങ്ങൾ. ഈ വലിയ തുറമുഖം വന്നു കഴിയുമ്പോൾ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ജോലി കിട്ടുമോ? ഞങ്ങൾ ആട്ടി അകറ്റപ്പെടുമോ? ഇങ്ങനെയുള്ള ചിന്ത സ്വാഭാവികമായി ഉണ്ടാകും. അതിന്റെ ഭാഗമായി പ്രക്ഷോഭങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ പ്രക്ഷോഭങ്ങളോ സമരങ്ങളോ വന്നാൽ ഒരു ഗവൺമെന്റും രാജ്യത്തോട് കൂറുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ സ്വീകരിക്കേണ്ട നിലപാടെന്താ? അവരെ വിശ്വാസത്തിലെടുക്കണം. അവരെ വിശ്വാസത്തിലെടുക്കുകയും ഈ പദ്ധതിയുടെ ഗുണഭോക്താക്കൾ അവരെ ആണെന്ന് ബോധ്യപ്പെടുത്താൻ സഹായകരമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിച്ച് അവരെ കൂടെ ചേർത്ത് പിടിച്ച് അവരോടൊപ്പം സഞ്ചരിച്ച് ആ പദ്ധതി നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടി സ്വീകരിക്കുന്നതിന് പകരം നമ്മുടെ സംസ്ഥാനത്തിന്റെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള സതീശൻ എന്താ പറഞ്ഞേ? നമ്മൾ കേട്ടിട്ടുണ്ട്, എരുതിയിൽ എണ്ണ ഒഴിക്കുക. എണ്ണയല്ല, പെട്രോളാ. ആളി കത്തിക്കാനാ ശ്രമിച്ചത്. കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പിന്റെയും പിണറായി വിജയന്റെ പോലീസിന്റെയും ആത്മസംയമനം ആകാശത്തോളം ഉയർന്ന ദിവസമായിരുന്നു ആ പ്രക്ഷോഭത്തിൽ ഒരു ദിവസം എന്ന് പറയുന്നത്. പോലീസ് സ്റ്റേഷൻ കയ്യേറി, പോലീസുകാരെ മർദ്ദിച്ചു, SHOയെ, സർക്കിൾ ഇൻസ്പെക്ടറെ കാല് തല്ലി ഒടിച്ചു. ഭീകരമായിട്ടുള്ള കൊടിയ ആക്രമണങ്ങൾ അവിടെ നടത്തി. ആക്രമണങ്ങളെയെല്ലാം നേരിട്ടുകൊണ്ട് എന്താണ് UDFന്റെയും അക്രമകാരികളുടെയും ലക്ഷ്യമെന്ന് ബോധ്യപ്പെട്ടുകൊണ്ട് പോലീസ് ആത്മസംയമനം പാലിച്ചതിന്റെ ഭാഗമായി UDFും BJPയും ആഗ്രഹിച്ചത് നമ്മുടെ സംസ്ഥാനത്ത് നടന്നില്ല. ഒരു വെടിവയ്പ് ആഗ്രഹിച്ചത്. ആ വെടിയേറ്റ് 1-2 ആളുകൾ കൊല്ലപ്പെട്ടോട്ടെ, അങ്ങനെ ആ പദ്ധതി നിർത്തിവെക്കാം. ഇതായിരുന്നു ആ ദുഷ്ടചിന്ത എന്ന് പറയുന്നത്. സാധാരണ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾക്ക്, ഉത്തരവാദിത്വമുള്ള രാഷ്ട്രീയ നേതാക്കന്മാർക്ക് തോന്നുന്ന ചിന്തയിലത്. നാടിന്റെ സമ്പന്നമായ ഭാവിയെ സംബന്ധിച്ച വീക്ഷണമുള്ള ഒരാൾ പോലും 85% പൂർത്തീകരിച്ച വിഴിഞ്ഞം തുറമുഖ പദ്ധതി നിർത്തിവെക്കണമെന്ന് ഒരിക്കലും ആവശ്യപ്പെടുകയല്ല. സതീശൻ പറഞ്ഞത് പദ്ധതി നിർത്തിവെക്കണം, എന്നിട്ടൊരു കമ്മീഷൻ നിയോഗിക്കണം, കമ്മീഷന്റെ റിപ്പോർട്ട് വരട്ടെ, പദ്ധതി വേണമോ വേണ്ടയോ എന്ന് അപ്പോൾ തീരുമാനിക്കാം. ആരെങ്കിലും ചെയ്യുന്നൊരു കാര്യമാണോ? നിങ്ങൾ നോക്ക്, കഴിഞ്ഞ മാസം 42 വലിയ കപ്പലുകളാണ് വിഴിഞ്ഞത്ത് നങ്കൂരമിട്ടത്. 42 വലിയ കപ്പലുകൾ, ഏതാണ്ട് 1 കിലോമീറ്റർ നീളവും 1/2 കിലോമീറ്റർ വീതിയൊക്കെയുള്ള ലോകത്തിലെ ഏറ്റവും വലിയ കപ്പലുകൾ അടക്കമുള്ള 42 കപ്പലുകളാണ്. പദ്ധതി പൂർത്തീകരിച്ചിട്ടില്ല. പദ്ധതി പൂർത്തീകരിക്കാൻ ലക്ഷ്യമിട്ടിരിക്കുന്നത് 2036-ലാണ്. 2036 പൂർത്തീകരിക്കാൻ ലക്ഷ്യമിട്ടിരിക്കുന്ന പദ്ധതി 2028 പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമകരമായിട്ടുള്ള ദൗത്യമാണ് സംസ്ഥാന ഗവൺമെന്റ് എടുത്തിരിക്കുന്നത്. 2028 ആ പദ്ധതി പൂർത്തീകരിക്കും. അതിനു മുമ്പാണ് പ്രിയമുള്ളവരെ 2 ഘട്ടം കഴിഞ്ഞപ്പോഴേക്കും 42 കൂറ്റൻ കപ്പലുകൾ, ലോകത്തിലെ ഏറ്റവും വലിയ കപ്പലുകൾ വിഴിഞ്ഞം തുറമുഖത്തിൽ നങ്കൂരമിട്ടത്. നമുക്ക് ആ ഡോക്കിൽ നിന്നാൽ തൊടാൻ പറ്റുന്ന പരുവത്തില്ല. സാധാരണഗതിയിൽ കപ്പൽ കിടക്കുന്ന ഉൾക്കടലില്ല, ഇത് ഡോക്കിൽ വന്ന് കിടക്കുകയാണ്. അത്ര സമ്പന്നമായ ഒരു മഹത്തായിട്ടുള്ള ഒരു പദ്ധതി എങ്ങനെ നമ്മുടെ നാട്ടിൽ വന്നു എന്ന് ചോദിച്ചാൽ, ഇടതുപക്ഷ മുന്നണിയും, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, കേരളത്തെ ഒരു വലിയ കുടുംബമായി കാണാൻ നമുക്ക് സാധിച്ചാൽ ആ കുടുംബത്തിനൊരു നാഥനുണ്ട് എന്ന് ബോധ്യപ്പെടുത്താൻ പര്യാപ്തമായ തരത്തിൽ കേരളത്തിന്റെ ആദരണീയനായ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ നടത്തിയ ശ്രദ്ധേയമായിട്ടുള്ള ഇടപെടലുകളുമാണ് ആ പദ്ധതി വന്നത്. ഈ ദേശീയപാത വികസനം സാധ്യമാകുമായിരുന്നു പിണറായി ഇല്ലായിരുന്നുവെങ്കിൽ. അടച്ചുപൂട്ടിപ്പോയതല്ലേ. 2016 പിണറായി വിജയന്റെ ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോൾ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ
കേരളത്തിലെ ഓഫീസ് അടച്ചുപൂട്ടി അവർ പൊക്കഴിഞ്ഞിരുന്നു. അവരെ തിരികെ വിളിച്ചു കൊണ്ടുവന്ന് എന്താണ് പ്രശ്നമെന്ന് ചർച്ച ചെയ്തത്. ഉപരിതല ഗതാഗത മന്ത്രിയായിട്ടുള്ള നിതിൻ ഗഡ്കരിയുമായി നിരവധി തവണ കൂടിയാലോചനകൾ നടത്തി. അവരുടെ ആവശ്യങ്ങൾ എന്താണെന്ന് പരിശോധിച്ച് ചരിത്രത്തിലാദ്യമായി ദേശീയപാത വികസനത്തിനായി ഏറ്റെടുക്കുന്ന ഭൂമിയുടെ വിലയിൽ 25% വില സംസ്ഥാന ഗവൺമെന്റ് നൽകാമെന്ന് സമ്മതിച്ച് ആരംഭിച്ചതാണ് ദേശീയപാത വികസനം 6 വരി പാത എന്ന് പറയുന്നത്. ഇല്ലെങ്കിൽ ദേശീയപാത വികസനം സാധ്യമാകുമായിരുന്നില്ല. ഏതാണ്ട് 6000 കോടി രൂപയാണ്. 6000 കോടി രൂപയാണ് സംസ്ഥാന ഖജനാവിൽ നിന്നും ദേശീയപാത വികസനത്തിനായി നീക്കിവെച്ചത്. മലയോര ഹൈവേ യാഥാർത്ഥ്യമാകുമായിരുന്നു. തീരദേശ പാത യാഥാർത്ഥ്യമാകുമായിരുന്നു. ഗെയിൽ പൈപ്പ് ലൈൻ നമ്മുടെ സംസ്ഥാനത്ത് സ്ഥാപിക്കാൻ കഴിയുമായിരുന്നു. ഇവിടെ പവർ ഹൈവേ, കൊച്ചി ഇടമൺ പവർ ഹൈവേ ഈ കേരളത്തിൽ വരുമായിരുന്നു. ഏതെങ്കിലും തരത്തിലുള്ള വികസന പ്രവർത്തനം നമ്മുടെ സംസ്ഥാനത്ത് ഈ ഗവൺമെന്റ് ആയിരുന്നില്ല എങ്കിൽ പിണറായി വിജയൻ എന്ന കരുത്തനായിട്ടുള്ള, നിശ്ചയദാർഢ്യമുള്ള, ലക്ഷ്യബോധമുള്ള, ഉൾക്കാഴ്ചയുള്ള, കേരളത്തിന്റെ ഭാവിയെ സംബന്ധിച്ച്, സമ്പന്നമായ ഭാവിയെ സംബന്ധിച്ച്, കേരളത്തിന്റെ വരുന്ന തലമുറകളെ സംബന്ധിച്ച് ഉത്തമ ബോധ്യത്തോടുകൂടി ചിന്തിക്കുന്ന ഒരു ജനനായകൻ, രാഷ്ട്രീയ നേതാവ്, ഭരണാധികാരി ഉണ്ടായിരുന്നില്ലെങ്കിൽ ഈ പദ്ധതികളൊന്നും പ്രിയമുള്ളവരെ നമ്മുടെ സംസ്ഥാനത്ത് നടക്കുമായിരുന്നില്ല. ഏതെല്ലാം നമ്മുടെ സ്കൂളുകൾ ഇപ്പോൾ എന്താ? നിങ്ങൾ കഴക്കൂട്ടത്താണല്ലോ നിൽക്കുന്നത്. കഴക്കൂട്ടത്തുള്ള സ്കൂൾ പോയി നോക്ക്. ഹൈടെക് സ്കൂളുകൾ എന്ന് പറഞ്ഞാൽ കേവലം പേരെഴുതി വെക്കലല്ല, ഹൈടെക് സ്കൂളുകളാ. കഴക്കൂട്ടം ഹയർ സെക്കൻഡറി സ്കൂളിലെ മിക്കവാറുമുള്ള എല്ലാ ക്ലാസ് മുറികളും AC ക്ലാസ് മുറികളും സ്മാർട്ട് ക്ലാസ് മുറികളുമാണ്. ഈ മണ്ഡലത്തിൽ മാത്രം ഏതാണ്ട് 230ഓളം വരുന്ന ക്ലാസ് മുറികൾ എയർ കണ്ടീഷൻ ചെയ്ത ക്ലാസ് മുറികളാണ്, ഹൈടെക് ക്ലാസ് മുറികളാണ്. ടച്ച് സ്ക്രീൻ ഉണ്ട്. ടീച്ചർക്ക് സംസാരിക്കാനായിട്ട് കുറെ കുട്ടികൾ കൂടുതലുണ്ടല്ലോ, അവർ ഉറക്കെ നിലവിളിക്കേണ്ട കാര്യമില്ല. മൈക്രോഫോൺ ഉണ്ട്. ഓരോരുത്തരും ഇരിക്കാൻ പ്രത്യേകം കസേരയുണ്ട്. കേരളത്തിന്റെ മാറ്റം. നിങ്ങളും കൂടെ വരുന്ന ഒരു ശ്രീകാര്യം ഹൈസ്കൂൾ കണ്ടിട്ടില്ലേ? 10 വർഷത്തിന് മുമ്പുള്ള സ്കൂളുകളാണോ ഇന്ന് കേരളത്തിലെ സ്കൂളുകൾ? 10 വർഷത്തിന് മുമ്പ് സ്കൂളുകൾ അടച്ചുപൂട്ടലിന്റെ വക്കത്തായിരുന്നു. ഓരോന്നോരോന്നായി അടച്ചുപൂട്ടുകയായിരുന്നു. ഇന്ന് നമ്മുടെ സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഏതാണ്ട് 10 ലക്ഷത്തിലധികം വരുന്ന പുതിയ വിദ്യാർത്ഥികൾ നമ്മുടെ സർക്കാർ സ്കൂളുകളിലേക്ക് വരുന്ന തരത്തിൽ സ്കൂളുകളുടെ അടിസ്ഥാന സൗകര്യ വികസനം സാധ്യമാക്കാൻ ഈ ഗവൺമെന്റ് സാധിച്ചു എന്നുള്ളത് ചെറിയൊരു കാര്യമാണോ? ഈ ഗവൺമെന്റ് തുടരേണ്ടതിന്റെ ആവശ്യം എന്താ? ഞാൻ ചോദിക്കണം, നമ്മുടെ അച്ഛനമ്മയുടെ കാര്യം. 62 ലക്ഷം അച്ഛനമ്മമാർക്ക് 2000 രൂപ വീതം കൃത്യമായി മാസം തോറും പെൻഷൻ കൊടുക്കുന്നില്ലേ? കോൺഗ്രസിന്റെ പെൻഷനുള്ള നിലപാടെന്താ? ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയുടെ രാഷ്ട്രീയകാര്യ സമിതിയുടെ നേതാവാണല്ലോ വേണുഗോപാൽ, KC വേണുഗോപാൽ. അദ്ദേഹം പറഞ്ഞ കാര്യം എന്താ? കൈക്കൂലി കൊടുക്കലാണെന്ന്. പെൻഷൻ കൊടുക്കുക എന്ന് പറഞ്ഞാൽ കൈക്കൂലി കൊടുക്കലാണ്. ഇതല്ലേ അവരുടെ സമീപനം? ചെറിയ തുകയായിരുന്നല്ലോ അവർ അധികാരത്തിലുണ്ടായിരുന്നപ്പോൾ പെൻഷനായിട്ടുണ്ടായിരുന്നത്. 600 വരെ എത്തുന്നതിൽ അവരുടെ കോൺട്രിബ്യൂഷൻ നമുക്കറിയാലോ, കാര്യമായിട്ടൊന്നുമില്ല. 2000 വരെ എത്തുന്നതിൽ അവരുടെ കോൺട്രിബ്യൂഷൻ കേവലം 100 രൂപ മാത്രമാണ്. അവർ പെൻഷൻ കൊടുക്കാൻ താല്പര്യമുള്ളവരല്ല. പെൻഷൻ ഒരു അധികപ്പറ്റാണെന്ന് കരുതുന്നവരാണ്. പെൻഷൻ കൊടുക്കാൻ 1980 നയനാട് ഗവൺമെന്റ് തീരുമാനിക്കുമ്പോൾ കരുണാകരന്റെ പ്രോജ്വലമായിട്ടുള്ള പ്രസംഗമുണ്ട്. ഖജനാവിനെ ചോർത്തുകയാണെന്നാണ് പറഞ്ഞത്. ഖജനാവിനെ ചോർത്തുകയാണ്. യാതൊരു പ്രയോജനവുമില്ലാത്തൊരു കാര്യമാണ്. ഇങ്ങനെ പെൻഷൻ കൊടുക്കാൻ വേണ്ടി പാടില്ല, ഇങ്ങനെ കൊടുക്കാൻ വേണ്ടി പാടില്ല. ഈ മനോഭാവവും ഈ സമീപനവുമാണ് നമ്മുടെ നാട്ടിലെ പ്രായം ചെന്ന അച്ഛനമ്മമാരുടെ പെൻഷനോടുള്ള കോൺഗ്രസിന്റെയും UDFന്റെയും സമീപനമെന്ന് അറിഞ്ഞുകൂടാത്തവരാണോ നമ്മൾ? നാളെയും അച്ഛനമ്മമാർക്ക് ഇന്ന് 62 ലക്ഷം ആളുകളാണെങ്കിൽ അധികം ആളുകൾക്ക് ഇന്ന് 2000 രൂപയാണെങ്കിൽ അതിലധികം കുറിപ്പിക നൽകിക്കൊണ്ട് പെൻഷൻ സംവിധാനം ഈ സംസ്ഥാനത്ത് നിലനിൽക്കണമെങ്കിൽ ഈ പിണറായി വിജയന്റെ ഗവൺമെന്റ് ഒരു വട്ടം കൂടെ നമ്മുടെ സംസ്ഥാനത്ത് അധികാരത്തിൽ വരണമെന്നുള്ള കാര്യത്തിന് സംശയമില്ല. നമ്മുടെ ഭവന പദ്ധതികൾ കയറിക്കിടക്കാൻ കിടപ്പാടമില്ലാത്ത ആയിരക്കണക്കായിട്ടുള്ള ആളുകൾ ഉണ്ടായിരുന്ന നാടാണ് നമ്മുടെ നാട്. കിടപ്പാടമില്ല. കിടപ്പാടം 2ഉം 3ഉം 4ഉം വീടുകളുള്ളവർക്ക് കയറിക്കിടക്കാൻ കിടപ്പാടമില്ലാത്തവന്റെ വിഷമം മനസ്സിലാവില്ല. വാടകയ്ക്ക് എവിടെയെങ്കിലും താമസിക്കുന്നതിന്റെ പ്രയാസം മനസ്സിലാവില്ല. അത് മനസ്സിലാക്കിയ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് 2016 ലൈഫ് എന്നുള്ള നിലയിൽ ഒരു മിഷൻ രൂപീകരിച്ചതിന്റെ പ്രവർത്തനം നടത്തിയത്. 6,25,000 വീടുകൾ, അതിൽ 5 ലക്ഷം വീടുകളുടെ താക്കോൽ നമ്മുടെ സംസ്ഥാനത്ത് കൈമാറി. ആർക്കാ? ഭവനരഹിതരായിട്ടുള്ള നമ്മുടെ അമ്മമാർക്ക് കൈമാറി, സ്ത്രീകൾക്ക് കൈമാറി, വീട്ടമ്മമാർക്ക് കൈമാറി. പുരുഷന്മാരുടെ പേരിലല്ല കൊടുത്തത്, വീട്ടമ്മമാരുടെ പേരിലാ 5 ലക്ഷം വീടുകൾ കൊടുത്തത്. 1.25 ലക്ഷം വീടുകളുടെ നിർമ്മാണം വിവിധ ഘട്ടത്തിൽ നിൽക്കുകയാണ്. വളരെ പെട്ടെന്ന് തന്നെ അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ച് 6.25 ലക്ഷം ആളുകൾ വീടുള്ളവരായി, ഭവനമുള്ളവരായി നമ്മുടെ സംസ്ഥാനത്ത് മാറുകയാണ്. ഈ പദ്ധതിയോടുള്ള UDFന്റെ സമീപനം എന്താ? UDFന്റെ കൺവീനറായിരുന്ന ഹസൻ ഒരു പത്രസമ്മേളനത്തിൽ പറഞ്ഞ കാര്യം നിങ്ങൾ ഓർക്കുന്നില്ലേ? ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ലൈഫ് പദ്ധതി പിരിച്ചുവിടുമെന്ന. ഈ ലൈഫ് എന്ന് പറയുന്ന ഭവന നിർമ്മാണ പദ്ധതി ഉണ്ടല്ലോ, ആ പദ്ധതി ഞങ്ങൾ ഇല്ലാതാക്കും, പിരിച്ചുവിടും, അതിന് വേണ്ട. ഇതായിരുന്നു UDFന്റെ സമീപനം എന്ന് പറയുന്നത്.
നിങ്ങൾക്കറിയോ, നമ്മുടെ നാട്ടിൽ പൊതുപ്രവർത്തകർ, ജനപ്രതിനിധികൾ, നമ്മുടെ അടുക്കൽ വരുന്ന അമ്മമാരും സഹോദരിമാരും ഒക്കെ പറയുന്ന കാര്യം എന്താണെന്നറിയോ? 1 സെന്റ് ഭൂമി പോലും ഇല്ലെന്നാ. ലൈഫിൽ വീട് കിട്ടിയവർ 2 സെന്റ് ഭൂമിയെങ്കിലും കൈവശമുള്ളവരാണ്. 1 സെന്റ് പോലും ഭൂമി കയ്യിലില്ലാത്ത ആയിരക്കണക്കായിട്ടുള്ള ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്, നമ്മുടെ സംസ്ഥാനത്തുണ്ട്. അവർക്ക് വീട് കൊടുക്കണ്ടേ? അവർക്ക് വീട് മാത്രം കൊടുത്താൽ മതിയോ? ഭൂമിയും കൊടുക്കണം, വീടും കൊടുക്കണം. ആർക്ക് സാധിക്കും? UDF സാധിക്കുമോ? ഒരു കാരണവശാലും സാധിക്കുകയില്ല. അവർക്കത് ചെയ്യാൻ പറ്റുകയില്ല. അവർ ലൈഫിനെതിരാണ്, ഇതിന് വീട് നിർമ്മിക്കുന്നത് കൊടുക്കുന്നതിനെതിരാണ്. അത് സാധ്യമാകണമെങ്കിൽ പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ഒരു ഗവൺമെന്റ് വീണ്ടും നമ്മുടെ സംസ്ഥാനത്ത് 3ാം ഊഴം എന്നുള്ള നിലയിൽ അധികാരത്തിൽ വരേണ്ടതുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അങ്ങനെ നമ്മുടെ സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം വികസന പ്രവർത്തനങ്ങളിലും ക്ഷേമ പ്രവർത്തനങ്ങളിലും ബഹുദൂരം മുന്നോട്ട് സഞ്ചരിക്കുന്ന ഇന്ന് നമ്മുടെ സംസ്ഥാനം അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമാണ്. അതിദാരിദ്ര്യമില്ലാത്ത സംസ്ഥാനമാണ്. നമ്മുടെ നാട്ടിൽ ദാരിദ്ര്യമുണ്ടായിരുന്നു. ഒരു 25-30 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ നാട്ടിൽ പട്ടിണി ഉണ്ടായിരുന്നു. പട്ടികിടക്കുന്ന മനുഷ്യരുണ്ടായിരുന്നു. രാവിലെ സ്കൂളിൽ പോകുന്നത്, ആഹാരം കഴിക്കാതെ സ്കൂളിൽ പോകുന്ന കുട്ടികളുണ്ടായിരുന്നു. പഴങ്കഞ്ഞിയായിരുന്നു പലർക്കും അന്ന് രാവിലെ പ്രഭാതത്തിൽ ഭക്ഷണമായി കിട്ടിയിരുന്നത്. അതുപോലും കിട്ടാത്ത കുടുംബങ്ങൾ ഉണ്ടായിരുന്നു. ഇന്ന് നമ്മുടെ സ്കൂളിൽ പോകുന്ന കുട്ടികളെ സംബന്ധിച്ച് നിങ്ങൾക്കറിയോ, രാവിലെ അവർക്ക് പ്രഭാത ഭക്ഷണം കൊടുക്കുന്നുണ്ട്. വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കാതെ വരുന്ന കുട്ടികൾക്ക് ഉച്ചയ്ക്ക് അച്ഛനും അമ്മയും പൊതിച്ചോറ് കൂട്ടി കൊടുക്കുന്നതിനേക്കാൾ നല്ല ചൂടോടുകൂടി അവർ ഇഷ്ടപ്പെടുന്ന തരത്തിൽ ഭക്ഷണം കൊടുക്കുന്നുണ്ട്, വസ്ത്രം കൊടുക്കുന്നുണ്ട്, പുസ്തകം കൊടുക്കുന്നുണ്ട്. അതാണ് നമ്മുടെ നാടിപ്പോ. ആ നിലയിൽ നമ്മുടെ സംസ്ഥാനത്തെ സംബന്ധിച്ച് നമ്മൾ പരിശോധിക്കുമ്പോൾ, പ്രിയമുള്ളവരെ, വികസന പ്രവർത്തനങ്ങളുടെ കാര്യത്തിലും ക്ഷേമ പ്രവർത്തനങ്ങളുടെ കാര്യത്തിലും വളരെ ദൂരം മുന്നോട്ട് പോകാൻ നമുക്ക് സാധിച്ചു. ദരിദ്രരില്ലാത്ത, അതിദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്ത ഇന്ത്യയിലെ ഏക സംസ്ഥാനം എന്നുള്ള നിലയിലേക്ക് നമ്മുടെ സംസ്ഥാനം പരിവർത്തനം ചെയ്യപ്പെടുന്ന കാലത്തേക്ക് നമ്മൾ മാറി എന്നുള്ളതാണ് 10 വർഷക്കാലത്തെ പിണറായി വിജയന്റെ പ്രവർത്തനങ്ങളുടെ ബാലൻസ് ഷീറ്റ് പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്ന കാര്യം. ഇന്ത്യയിലെ മറ്റു പല നഗരങ്ങളിലും തെരുവുകളിൽ ഒരു നേരത്തെ അന്നത്തിനു വേണ്ടി അലഞ്ഞു തിരിയുന്ന ആയിരങ്ങളെയോ 10,000-ങ്ങളെയോ കാണാൻ സാധിക്കുമെങ്കിൽ ഭിക്ഷാടനം നടത്തുന്ന ഒരാളെ നമുക്കിന്ന് നമ്മുടെ തെരുവിൽ കാണാൻ സാധിക്കില്ല എന്നുള്ളതാണ്. ഒരാളെ കാണാൻ സാധിക്കില്ല. പണ്ട് നമുക്ക് ധാരാളം ആളുകളെ കാണാൻ സാധിക്കുമായിരുന്നു. നമ്മുടെ അമ്പലപ്പറമ്പുകളിലൊക്കെ ഭിക്ഷാടനത്തിന് വേണ്ടി ആളുകൾ എത്തുമായിരുന്നു. ഇന്ന് മറ്റ് സംസ്ഥാനങ്ങളിൽ ചെന്നാൽ അവിടെ ക്ഷേത്ര പരിസരങ്ങളിൽ ഭിക്ഷാടനം നടത്തുന്ന ആളുകളെ കാണാം, തെരുവുകളിൽ ഭിക്ഷാടനം നടത്തുന്ന ആളുകളെ കാണാം. ഈ നമ്മുടെ സംസ്ഥാനം അതിദാരിദ്ര്യമില്ലാത്ത ആളുകളുടെ സംസ്ഥാനം എന്നുള്ള നിലയിലേക്ക് വളർന്നു എന്നുള്ളത് ഒരു കൊച്ചു കാര്യമില്ല, വലിയൊരു കാര്യം തന്നെയാണ്. ഈ വളർച്ചയെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കണമെന്നുള്ളതാണ്. UDF അധികാരത്തിൽ വരാൻ വേണ്ടി ആഗ്രഹിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ലീഗിന്റെ നേതാക്കന്മാർ പറഞ്ഞങ്ങൾ കേട്ടില്ലേ? 10 വർഷമായി പുറത്തു വയ്ക്കുകയാണ്, എങ്ങനെയെങ്കിലും നമുക്ക് അധികാരത്തിൽ വരണം. നമ്മുടെ കാര്യങ്ങളൊന്നും നടക്കുന്നില്ലെന്നേ. KM ഷാജി എന്ന് പറയുന്ന വിദ്വാൻ, മുസ്ലിം ലീഗിന്റെ പ്രാമാണികനായിട്ടുള്ള നേതാവിന്റെ പ്രസംഗ, നമ്മുടെ കാര്യങ്ങൾ നടക്കുന്നില്ല. ആരാടോ ഈ നമ്മൾ? ആരായി നമ്മൾ? നമ്മുടെ കാര്യങ്ങളൊന്നും നടക്കുന്നില്ല. അധികാരം എന്ന് പറയുന്നത് കച്ചവടത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ഏർപ്പാടെന്ന് കരുതുന്ന ഒരു സംഘം ആളുകളാണ് UDF എന്ന് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അവര് അധികാരത്തിൽ വരാൻ ഉദ്ദേശിക്കുന്നത് ജനക്ഷേമകരമായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ നമ്മുടെ സംസ്ഥാനത്ത് നടത്താൻ വേണ്ടിയിട്ടല്ല, അധികാരത്തിൽ ഇരുന്നു കൊണ്ട് അധികാര കസേരയിൽ അമർന്ന് ഈ നാടിന്റെ സ്വത്ത് കൊള്ളയടിക്കാനും ഈ നാടിൽ അഴിമതി നടത്താനും വേണ്ടിയാണ് അവർ ആഗ്രഹിക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, 40 മന്ത്രിമാരുണ്ടായിരുന്നു 2 ഗവൺമെന്റുകളുടെ കൂട്ട്. ഏതെങ്കിലും ഒരു മന്ത്രിയെക്കുറിച്ച് ഒരു അഴിമതി ആക്ഷേപം ഉന്നയിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ ഈ 10 വർഷത്തിനിടയിൽ? പോട്ടെ, ഒരു അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. ഏതെങ്കിലും മന്ത്രിമാരുടെ അഴിമതി ഉന്നയിച്ചുകൊണ്ട് അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കാൻ അവർക്ക് സാധിച്ചിട്ടുണ്ടോ? ഹൈക്കോടതിയിൽ 1-2 സന്ദർഭങ്ങളിൽ അഴിമതി ആക്ഷേപവുമായി ചെന്ന സതീശന് കിട്ടിയ കൊട്ട് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. മേലാൽ ഇത്തരം ആക്ഷേപങ്ങളുമായി കോടതിയുടെ വിലപ്പെട്ട സമയം നഷ്ടപ്പെടുത്താൻ ഇങ്ങോട്ട് വരരുത് എന്ന് ഹൈക്കോടതി താക്കീത് കൊടുക്കുന്ന സ്ഥിതിവിശേഷമാണ് ഉണ്ടായത്. AI ക്യാമറ അതിന്റെ പിന്നിൽ അഴിമതി ഉണ്ടെന്നെല്ലാം പറഞ്ഞു തന്നതാണ്. ഇതിലൊരു പൊതു താല്പര്യവുമില്ല. ഇത് പബ്ലിസിറ്റിക്ക് വേണ്ടി മാത്രമാണ് നിങ്ങൾ ഇത്തരം ആക്ഷേപവുമായി ഹൈക്കോടതിയെ സമീപിച്ചത് എന്ന് പറഞ്ഞ് ഹൈക്കോടതി തന്നെ കിഴക്ക് കൊടുത്തു വിട്ട കാര്യമാണ്. പ്രിയമുള്ളവരെ, CM പെട്ടെന്ന് എത്തിച്ചേരും. ഞാൻ ദീർഘമായിട്ട് വിന്യസിക്കുന്നില്ല. ഇവിടെ നമ്മുടെ പ്രധാനപ്പെട്ട എതിരാളി BJP-യാണ്. BJP കോടിക്കണക്കിന് ഉറുപ്പിയായിട്ടാണ് നമ്മുടെ മണ്ഡലത്തിൽ സഞ്ചരിക്കുന്നത്. BJP-യുടെ സ്ഥാനാർത്ഥി കേന്ദ്രമന്ത്രിയായിരുന്നു എന്നാ പറയുന്നത്. സംസ്ഥാന മന്ത്രി എന്നത് ചെറിയ മന്ത്രിയാണ്, കേന്ദ്രമന്ത്രി വെച്ചാൽ വലിയ മന്ത്രിയാണ്. 5 വർഷക്കാലം കേന്ദ്രമന്ത്രിയായിരുന്ന മുരളീധരൻ നമ്മുടെ സ്ഥാനാർത്ഥി ഈ കേരളത്തിന് വേണ്ടി ഒരക്ഷരം ഉരിയാടുന്നത് നമ്മൾ എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ? കേന്ദ്രമന്ത്രിയായിരുന്ന കാലത്ത് നമ്മുടെ സംസ്ഥാനത്തിന്റെ ഖജനാവിലെ പണം ഉപയോഗിച്ച് സംസ്ഥാനത്തുടനീളം സഞ്ചരിച്ച്
ചാനലുകളുടെ മുന്നിൽ ഈ സർക്കാരിനെതിരായിട്ടും ഈ സംസ്ഥാനത്തെ ജനങ്ങൾക്കെതിരായിട്ടും നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്ന ഒരാൾ മാത്രമായിരുന്നു. ഒരു ഘട്ടത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹത്തിന് ഒരു വകുപ്പ് മാറ്റം കൊടുക്കുന്നത് നല്ലതാണെന്ന്. പ്രധാനമന്ത്രി ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. വിദേശകാര്യ സഹമന്ത്രി എന്ന് പറയുന്ന വകുപ്പ് മാറ്റി കുത്തിത്തിരിപ്പ് മന്ത്രി എന്നുള്ള ഒരു വകുപ്പ് കൊടുത്താൽ അത് നന്നായിരിക്കും എന്ന് അക്കാലത്തൊരിക്കൽ ഞാൻ പറഞ്ഞു. ഇപ്പോൾ സ്ഥാനാർത്ഥിയാവുമ്പോൾ അങ്ങനെ പറയാൻ പാടില്ലല്ലോ. ഒരു സ്ഥാനാർത്ഥിയെ കുറിച്ച് നമ്മൾ കുറ്റം പറയാൻ പാടില്ല. അന്ന് പറഞ്ഞ കാര്യം ഞാൻ ആവർത്തിക്കുകയാണ്. ഇന്ന് കവലകളിൽ എല്ലാവരും ചോദിക്കുകയാണ്, 10 പേര് കൂടുന്ന സ്ഥലത്ത് ചോദിക്കുകയാണ്, 5 വർഷക്കാലം കേന്ദ്രമന്ത്രിയായിരുന്ന നമ്മുടെ BJPയുടെ സ്ഥാനാർത്ഥി ഈ സംസ്ഥാനത്തിന് വേണ്ടി, ഈ നാടിനു വേണ്ടി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? മറുപടി പറയാൻ അദ്ദേഹത്തിന് ബാധ്യതയുണ്ട്. ചോദിക്കാൻ ഈ നാട്ടിൽ ജനങ്ങൾക്ക് ഉത്തരവാദിത്വമുണ്ട്. കാലണയുടെ സഹായം ഉണ്ടായിട്ടുണ്ടോ? കാലണയുടെ സഹായം. ഏറ്റവും അവസാനം വയനാട് ദുരന്തമുണ്ടായപ്പോ വയനാട് പോയി നിന്ന് സംസാരിച്ചു, ഇതിനെ ഒരു ദുരന്തം എന്ന് വിളിക്കാമോ എന്ന്. പിന്നെ ഏതിനെയാണ് ദുരന്തം എന്ന് വിളിക്കേണ്ടത്? 400 വിലപ്പെട്ട മനുഷ്യന്റെ ജീവൻ നഷ്ടപ്പെട്ട, ഒന്ന് കണ്ണടച്ചു തുറക്കുന്നതിനിടയിൽ എന്താണ് സംഭവിക്കുന്നത് എന്നറിയുന്നതിനിടയിൽ ഒരു മലവെള്ളപ്പാച്ചിലിൽ എല്ലാം തകർന്നു പോയ മനുഷ്യർ, എല്ലാം നഷ്ടപ്പെട്ടു, ജീവിതത്തിന്റെ സർവ്വതും നഷ്ടപ്പെട്ട് എല്ലാം നഷ്ടപ്പെട്ടു നിൽക്കുന്ന മനുഷ്യർ. 14 കിലോമീറ്റർ അകലെയുള്ള ചാലിയാർ പുഴയിൽ നിന്നാണ് മരിച്ചവരുടെ മൃതശരീരങ്ങളുടെ അവശിഷ്ടങ്ങൾ, മൃതശരീരമല്ല, അതിന് അവശിഷ്ടങ്ങൾ കിട്ടിയത്. അവിടെ ചെന്നാ പറഞ്ഞത്, ഇതിനെ അങ്ങനെ ഒരു ദുരന്തമെന്നൊന്നും വിളിക്കാൻ പാടില്ല, ഇതൊരു പഞ്ചായത്തിലെ 2-3 വാർഡുകളൊന്നും ഒലിച്ചുപോയല്ലേ, അത്രയല്ലേ ഉള്ളൂ എന്നാ. ദുരന്തം എന്ന് വിളിക്കണമെങ്കിൽ എത്ര പേർ മരിക്കണം? 400 പേര് പോരെ? 4000 വേണോ? 40,000 വേണോ? എത്ര പേർ മരിച്ചാൽ ദുരന്തം എന്ന് വിളിക്കാം? പ്രിയമുള്ളവരെ, ഇതാണ് മനോഭാവം എന്ന് പറയുന്നത്. ഇതാണ് മനോഭാവം. നാടാകെ പ്രതിസന്ധിയിലും പ്രയാസത്തിലും പെട്ട സന്ദർഭങ്ങളിൽ എപ്പോഴെങ്കിലും ഈ കേന്ദ്രമന്ത്രിയുടെ സഹായം നമുക്കുണ്ടായിട്ടുണ്ടോ? 18-ലെ മഹാപ്രളയം, തിരുവനന്തപുരത്ത് ആഞ്ഞടിച്ച ഓഖി ദുരന്തം, നിപ വൈറസ്, 19-ലെ പ്രകൃതിക്ഷോഭം, 20-ൽ ലോകമാകെ ആഞ്ഞുവീശിയ കോവിഡ് മഹാമാരി. ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ, ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ ഒരു വാക്കുകൊണ്ടെങ്കിലും, ഞാനതാ പറയുന്നത്, ഒരു വാക്കുകൊണ്ടെങ്കിലും, പണമൊന്നും നമ്മൾ സഹായിക്കണ്ട, വേറൊന്നും സഹായിക്കണ്ട, ഒരു വാക്കുകൊണ്ടെങ്കിലും മലയാളിയെ, കേരളീയരെ ചേർത്തു നിർത്താനുള്ള ശ്രമം കേന്ദ്ര ഗവൺമെന്റ് ഭാഗത്തു നിന്നും സൃഷ്ടിക്കുന്നതിന് ഏതെങ്കിലും തരത്തിൽ നിലപാട് സ്വീകരിക്കാൻ സാധിച്ചിട്ടുണ്ടോ? നമ്മൾ ശത്രുക്കളായാണ് കണ്ടത്. കേരളം അവരുടെ കണ്ട് ശത്രുക്കളാണ്. കേരളം ഒരുപാട് മുന്നോട്ട് പോയ സംസ്ഥാനമാണ്. പാട്ടോട്ടാൻ പറഞ്ഞപ്പോൾ നമ്മൾ പാട്ടോട്ടിയോ? പറഞ്ഞല്ലോ, കൊറോണ വൈറസിനെ ഓടിക്കാനായിട്ട് നല്ലൊരു എളുപ്പ വഴി ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ഒരു ദിവസം സന്ധ്യാനേരത്തിന് എല്ലാവരും കൂടെ റോഡിലിറങ്ങി പാട്ടയോ സ്റ്റീൽ പാത്രമോ എന്തെങ്കിലും എടുത്ത് നന്നായിട്ടങ്ങ് കൊട്ടുമ്പോഴോ വൈറസ് പേടിച്ചങ്ങ് ഓടിക്കൊള്ളും. ഉത്തരേന്ത്യ സംസ്ഥാനങ്ങളിൽ ടെലിവിഷനിൽ നമ്മൾ കണ്ട കാഴ്ച എന്ന് പറയുന്നത്, ആയിരക്കണക്കായിട്ടുള്ള മനുഷ്യർ പാട്ട് കൊട്ടാനിറങ്ങി ഗംഗയുടെ ആഴങ്ങളിലേക്ക് ആയിരക്കണക്കായ ശവശരീരങ്ങൾ എറിഞ്ഞു കൊടുക്കാനിടയായത് എല്ലാം കൂടെ വാരി കൂട്ടിയിട്ട് സംസ്കരിക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. കോവിഡ് ഉള്ളവനും കോവിഡ് ഇല്ലാത്തവനും എല്ലാവരും ഒരുമിച്ച് പാട്ടുകൊട്ടി സർവ്വ ആളുകളും കോവിഡ് ബാധിതരായി മാറുന്ന സാഹചര്യം ഉണ്ടായി. കേരളത്തിൽ ഒരു BJPക്കാരനും പാട്ടുകൊട്ടാൻ പോയില്ല. കേരളത്തിലെ BJPക്കാർക്ക് നന്നായിട്ട് അറിയാം പാട്ടുകൊട്ടിയ പോക്കാണ്. പാട്ടുകൊട്ടാനായിട്ട് സമ്പർക്കമുണ്ടായാൽ അവിടെ കൂടുന്ന ഇതുള്ള പൊതുയോഗങ്ങളൊന്നും കൂടാൻ പറ്റിയില്ലല്ലോ. തെരുവിലാരെയും ഇറക്കിയില്ലല്ലോ. ലോക്ക്ഡൌൺ അല്ലായിരുന്നോ? നമ്മൾ ഇത്ര കരുതലോടുകൂടിയാണ് കേരളത്തിലെ മുഖ്യമന്ത്രി, നിങ്ങൾ അമ്മമാർ, നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങൾ ചോദിക്കുക, നിങ്ങൾ അന്വേഷിക്കുക, നിങ്ങൾ പറ. അന്ന് വൈകുന്നേരം 6 മണിക്ക് ഈ കേരളത്തിന്റെ മുഖ്യമന്ത്രി നടത്തുന്ന വാർത്താ സമ്മേളനം കാണാത്ത ഏതെങ്കിലും ഒരു കുടുംബം ഈ കേരളത്തിലുണ്ടായിരുന്നോ? 65 ലക്ഷം കുടുംബങ്ങളിലെ അമ്മമാർ, അവർ അവരുടെ കുടുംബനാഥനെ പോലെ എന്താണ് മുഖ്യമന്ത്രി പറയുന്നത് എന്ന് കേൾക്കുന്നതിന് കാതുകൂർത്ത് കാത്തിരുന്ന് ആ ദിവസങ്ങളിൽ അവരവരുടെ രക്ഷിതാവായി, തങ്ങളുടെ കുടുംബത്തിന്റെ രക്ഷിതാവായി അവർ കണ്ടത് കേരളത്തിലെ മുഖ്യമന്ത്രിയായിരുന്നു. അതാണ് കേരളത്തിലെ മുഖ്യമന്ത്രി. ഇവരെന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? അതിലെ പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത്, നമ്മൾ ചോദിക്കുന്ന ചോദ്യം ഇതാണ്. ഇവരാകെ പറയുന്നത് ശബരിമലയും സ്വർണ്ണക്കൊള്ളയാണ്, മൈക്കനോട്സ് മുഴുവൻ അതാണ്. കലക്ക വെള്ളത്തിൽ മീൻ പിടിക്കാൻ നിൽക്കണ്ട. സ്വർണ്ണക്കൊള്ള നടത്തിയത് ആരായിരുന്നാലും ശരി, അവരെല്ലാവരും തന്നെ നിയമത്തിന്റെ മുന്നിലും ജയിലിലുമാകുമെന്നുള്ള കാര്യത്തിന് ഒരുത്തനും സംശയമൊന്നും വേണ്ട. ദൈവത്തിനോട് ചേർന്ന് നിൽക്കുന്ന ചിലരെ പിടിക്കുമ്പോൾ വല്ലാത്ത വേവലാതിയാ. നിങ്ങൾ കേട്ടില്ലേ? മുഖ്യമന്ത്രിയുടെ വീട്ടിലേക്ക് മാർച്ച്, DGPയുടെ ഓഫീസിലേക്ക് മാർച്ച്. എന്തിനു വേണ്ടിയിട്ടാ? ദൈവത്തിനോട് ചേർന്ന് നിൽക്കുന്നവനെ പോലീസ് പിടിച്ചു വന്ന കള്ളനെയാ പിടിക്കുക. ഏത് കള്ളനെ പിടിച്ചാലും കള്ളനാണെങ്കിൽ, കള്ളത്തിനും കാണിക്കുന്നവനാണെങ്കിൽ കള്ളൻ തന്നെയാണ്, അവനെ പിടിക്കേണ്ടത് തന്നെയാണ്. അക്കാര്യം സംശയമില്ലുണ്ടോ? നമ്മളിത് എന്തിനാ നിങ്ങൾ ബഹളം കാണിക്കുന്നത്? അന്വേഷണം നടത്തുന്നത് ആരാ? പിണറായി വിജയനാണോ? അന്വേഷണം നടത്തുന്നത് കേരളത്തിന്റെ പരമോന്നതമായിട്ടുള്ള നീതിപീഠമാണ്. അന്വേഷണം നടത്തുന്നത് ഹൈക്കോടതിയാണ്.
അന്വേഷണ ഉദ്യോഗസ്ഥരെ നിയമിച്ചതാരാ? പിണറായി വിജയനാണോ? DGP ആണോ? ഹൈക്കോടതി നിശ്ചയിച്ച പോലീസ് ഉദ്യോഗസ്ഥന്മാരാണ് സ്വർണ്ണക്കൊള്ളയിൽ അന്വേഷണം നടത്തുന്നത്. റിപ്പോർട്ട് സമർപ്പിക്കുന്നത് എവിടെയാ? അന്വേഷണ പുരോഗതിയുടെ റിപ്പോർട്ട് സമർപ്പിക്കുന്നത് എവിടെയാ? പിണറായി വിജയന്റെ അടുക്കലാണോ? DGPയുടെ അടുക്കലാണോ? അല്ല, അവർ റിപ്പോർട്ട് സമർപ്പിക്കുന്നത് ഹൈക്കോടതിക്കാണ്. അന്വേഷണ പുരോഗതി ചർച്ച ചെയ്യുന്നത് ഹൈക്കോടതിയുമായിട്ടാണ്. നമ്മുടെ രാജ്യത്തെ ഉന്നതമായിട്ടുള്ള ന്യായാസനം, നീതിപീഠം, ഹൈക്കോടതി അവരുടെ നിയാമകമായ നിയന്ത്രണത്തിന് വിധേയമായി നടക്കുന്ന ഒരു അന്വേഷണം അത് ശരിയായിട്ടുള്ള ദിശയിൽ നടക്കട്ടെ. ആര് കുറ്റം ചെയ്താലും അവർ അതിനകത്ത് പിടിക്കപ്പെടുമെന്നുള്ള കാര്യത്തിന് സംശയമില്ല. ഇനി ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെയും പിടിക്കും. അതിന് വേവലാതിപ്പെടേണ്ട കാര്യമില്ല. അത് പറഞ്ഞിവിടെ ഇളക്കാൻ നോക്കണ്ട. ഞാനിവരോട് പറയുന്ന കാര്യതാ, അങ്ങനെ വെള്ളം കലക്കാൻ നോക്കണ്ട. വെള്ളം കലക്കി മീൻ പിടിക്കാൻ അത് പറഞ്ഞ് വിശ്വാസികളായിട്ടുള്ള ഏത് വിശ്വാസിക്കാ നിങ്ങൾ എന്ത് സഹായം ചെയ്തിട്ടുള്ളത്? ഈ വിശ്വാസി സമൂഹത്തോട് എന്ത് മാന്യത നിങ്ങൾ കാട്ടിയിട്ടുള്ളത്? ഈ മണ്ഡലത്തിനകത്ത് വിവിധ മതവിഭാഗത്തിൽപ്പെട്ടുള്ള വിശ്വാസി സമൂഹത്തിന്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിനായി അമ്പലങ്ങളിലും പള്ളികളിലും മോസ്കുകളിലും ഒക്കെയായി 64 കോടി രൂപയുടെ പദ്ധതി നടപ്പിലാക്കിയ ഗവൺമെന്റ് 64 കോടി 64 രൂപ ചെലവാക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ? വിശ്വാസത്തിന്റെ പേരും പറഞ്ഞ് തെക്കും വടക്കും നടക്കുക 64 രൂപ ചെലവാക്കിയിട്ടുണ്ടോ? ചോദ്യമല്ലേ? മറുപടി പറയണ്ടേ? ഈ കഴക്കൂട്ടത്ത് മഹാദേവ ക്ഷേത്രമുണ്ട്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വരികയല്ലേ? അദ്ദേഹത്തിന്റെ സ്വപ്ന പദ്ധതിയാണ് ശബരിമല ഇടത്താവളം എന്ന് പറയുന്നത്. മുഖ്യമന്ത്രിയാ അന്ന് ദേവസ്വം മന്ത്രിയായിട്ടുള്ള എന്നോട് പറഞ്ഞത്, നമുക്ക് 50 കിലോമീറ്റർ ഇടവിട്ട് പ്രധാനപ്പെട്ട ആരാധനാലയങ്ങളിൽ ഇടത്താവളങ്ങൾ നിർമ്മിക്കണം. നമുക്ക് IOC-യുമായി നിങ്ങൾ ചർച്ച ചെയ്യണം. BPCL-യുമായി നിങ്ങൾ ചർച്ച ചെയ്യണം. IOC-യുമായും BPCL-യുമായി ഞാൻ ചർച്ച ചെയ്തു. എന്റെ ഉദ്യോഗസ്ഥന്മാർ ചർച്ച ചെയ്തു. അവർ ഈ പദ്ധതി നടപ്പിലാക്കാൻ വേണ്ടി തയ്യാറായി. അവർക്ക് പകരം ഈ IOC-യുടെ ഇത് സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് സ്ഥലം മാത്രം കൊടുത്താൽ മതി. പദ്ധതി നടപ്പിലാക്കി 20 വർഷം കഴിയുമ്പോൾ അത് ദേവസ്വം ബോർഡിന് കൈമാറാം എന്നെല്ലാം അവർ സമ്മതിച്ചു. പക്ഷെ പ്രിയമുള്ളവരെ, ഇവിടെ മത്സരിക്കുന്ന ബഹുമാന്യനും BJP-യുടെ കേന്ദ്ര നേതൃത്വവും അവർക്കുള്ള സ്വാധീനം ഈ പദ്ധതി നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ടല്ല ഉപയോഗിച്ചത്. മറിച്ച് IOC-യോടും BPCL-നോടും മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ ഞങ്ങളുടെ ഉദ്യോഗസ്ഥന്മാർ എന്റെയും സാന്നിധ്യത്തിൽ ഒപ്പുവെച്ച കരാർ, ആ കരാറിൽ നിന്ന് പിന്മാറുന്നതിന് വേണ്ടിയിട്ടുള്ള സമ്മർദ്ദം കൊടുത്തു. അങ്ങനെ ഒരു കരാറിൽ നിന്ന് പിന്മാറി. ഒപ്പുവെച്ച കരാറിൽ നിന്ന് പിന്മാറി. ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ പിന്മാറി. BPCL പിന്മാറി. പിന്നീടാണ് മുഖ്യമന്ത്രി പറഞ്ഞത്, അങ്ങനെയാണെങ്കിൽ നമുക്ക് കിഫ്ബിയിൽ നിന്ന് 100 കോടി രൂപ വായ്പ എടുത്ത് ഈ പദ്ധതി നടപ്പിലാക്കാം. പദ്ധതി എന്തായിരുന്നാലും നടപ്പിലാക്കിയേ പറ്റുള്ളൂ. CM-ന്റെ നിർബന്ധ ബുദ്ധിയാണ്, അദ്ദേഹത്തിന്റെ ഇച്ഛാശക്തിയാണ് യഥാർത്ഥത്തിൽ ഈ കഴക്കൂട്ടം മഹാദേവ ക്ഷേത്രത്തിൽ നിന്ന് 11.5 കോടി രൂപ ചെലവഴിച്ച് നിർമ്മിച്ചതായിരിക്കുന്നതാ ഈ ഇടത്താവളം എന്ന് പറയുന്നത്. ഇതുപോലെ 10 ഇടത്താവളങ്ങൾ അങ്ങ് കാസർഗോഡ് മുതൽ ഈ കഴക്കൂട്ടം വരെ സ്ഥാപിക്കാൻ ഈ ഗവൺമെന്റ് തയ്യാറായി. ഞാൻ ഈ BJP-യുടെ കേന്ദ്ര നേതാക്കന്മാരോടും 4-ാം തീയതി ഇവിടെ പ്രസംഗിക്കാൻ വരുന്ന ആദരണീയനായിട്ടുള്ള പ്രധാനമന്ത്രിയോടും ചോദിക്കുകയാണ്, ഈ കേരളത്തിൽ അമ്പലങ്ങളുടെയും ആരാധനാലയങ്ങളുടെയും വിശ്വാസത്തിന്റെയും പേരിൽ നടക്കുന്ന നിങ്ങൾ ഈ കേരളത്തിൽ എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിന് അതിന്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് 4 കാശ് കൊടുക്കാൻ വേണ്ടി തയ്യാറായിട്ടുണ്ടോ? ഹിന്ദു അമ്പലങ്ങൾക്ക് മാത്രമല്ല, അപ്പുറത്ത് മാതൃദേ ദേവൂസ് ദേവാലയം, എവിടെ വെട്ടുകാട്, ഇവിടെ പുതുകുന്നിലെ CSI ചർച്ച്, ആ പള്ളിയുടെ സമാന്തരമായി നിൽക്കുന്നതായിട്ടുള്ള കെട്ടിടം ഈ ഗവൺമെന്റിന്റെ സംഭാവനയാണ്. മുസ്ലിമെന്നോ ക്രിസ്ത്യാനിയെന്നോ ഹിന്ദു എന്ന വ്യത്യാസമില്ലാതെ എല്ലാ ഭക്തരും സങ്കട നിവർത്തിക്കായി എത്തിച്ചേരുന്ന ഭീമാപള്ളി 5 കോടി രൂപയുടെ പദ്ധതി ഈ സംസ്ഥാന ഗവൺമെന്റേതാണ്. മതം നോക്കിയല്ല, ജാതി നോക്കിയല്ല, അങ്ങനെ ചെയ്യുന്ന ഗവൺമെന്റ്. വിശ്വാസികളുടെ വിശ്വാസം സംരക്ഷിക്കാൻ, വിശ്വാസികൾക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ, ക്ഷേത്രങ്ങളിലൊക്കെ ആരാധനയ്ക്ക് വരുന്നത് സങ്കട നിവൃത്തിക്ക് വേണ്ടിയാണ്. മറ്റാരോടും പറയാനില്ല, ദൈവത്തിനോട് പറയുക തന്നെയാണ്. കേൾക്കാൻ ആർക്കും സമയമില്ല. പുതിയ കാലം അങ്ങനെയുള്ള ഒരു കാലമായി മാറി. അപ്പൊ അങ്ങനെ വരുന്ന ആളുകൾക്ക് എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കാൻ ഒരു ഗവൺമെന്റിന് ഉത്തരവാദിത്വമുണ്ട്, ബാധ്യതയുണ്ട് എന്ന് തെളിയിച്ച ഗവൺമെന്റാണ് ഈ ഗവൺമെന്റ്. ചെമ്പഴന്തിയിലെ ശ്രീനാരായണ ഗുരുകുലം, മഹാനായിട്ടുള്ള ഗുരുദേവന് ജന്മം കൊടുത്ത മണ്ണ്. ഞാൻ ചോദിക്കട്ടെ, 2016 വരെ ഈ ഗുരുകുലം ഇല്ലായിരുന്നോ? ഉന്നതന്മാരായിട്ടുള്ള ഈഴവ പ്രമാണിമാർ കേരളത്തിന്റെ മുഖ്യമന്ത്രിമാരായിരുന്നിട്ടുണ്ടല്ലോ. SNDP യോഗത്തിന്റെ തന്നെ ജനറൽ സെക്രട്ടറി മുഖ്യമന്ത്രി ആയിരുന്നിട്ടുണ്ടല്ലോ. ഒരുപാട് പേരുണ്ടായിരുന്നല്ലോ. ആരെങ്കിലും ഗുരുകുലത്തിന് ഒരു നയാ പൈസ സർക്കാരിന്റെ ഖജനാവിൽ നിന്ന് കൊടുത്തിട്ടുണ്ടോ? പ്രിയമുള്ളവരെ, പിണറായി വിജയൻ എന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രി 16 കോടി രൂപയാണ് ഗുരുകുലത്തിന്റെ വികസന ആവശ്യങ്ങൾക്ക് വേണ്ടി കൊടുത്തത്. ഇപ്പൊ ഏറ്റവും അവസാനം അദ്ദേഹം കഴിഞ്ഞ മാസം കേരളീയ നവോത്ഥാനത്തെ സംബന്ധിക്കുന്നതായിട്ടുള്ള ഗുരുവിന്റെ ജീവിതം, ഗുരുവിനോടൊപ്പം സഞ്ചരിച്ച ആ കാലഘട്ടത്തിൽ സഞ്ചരിച്ച നവോത്ഥാന നായകന്മാരുടെ
ജീവിതമെല്ലാം തന്നെ വിവരിക്കുന്ന ഡിജിറ്റൽ മ്യൂസിയം അദ്ദേഹം ഉദ്ഘാടനം ചെയ്തു. അത് 9 കോടി രൂപ ചെലവഴിച്ച, അങ്ങനെ 16 കോടി രൂപയുടെ പദ്ധതി അവിടെ നടപ്പിലാക്കി. 1888 അരുവിപ്പുറം ശിവപ്രതിഷ്ഠയ്ക്കും 5 വർഷങ്ങൾക്ക് മുമ്പ് ശ്രീനാരായണ ഗുരുവും ചട്ടമ്പി സ്വാമികളും ഒരുമിച്ച് സമ്മേളിച്ച ഇടമെന്ന അണിയൂരിലെ ശിവക്ഷേത്രത്തിന് അവിടെ വികസന പദ്ധതി നടപ്പിലാക്കി. ആദരണീയനായിട്ടുള്ള മുഖ്യമന്ത്രി എത്തിച്ചേരുകയാണ്. പ്രിയമുള്ളവരെ, നമുക്ക് അദ്ദേഹത്തെ വരവേൽക്കാം. ഇൻകുലാബ് സിന്ദാബാദ്, ഇൻകുലാബ് സിന്ദാബാദ്, സഖാവ് പിണറായി സിന്ദാബാദ്, ഇൻകുലാബ് സിന്ദാബാദ്. അഭിവാദ്യങ്ങൾ, അഭിവാദ്യങ്ങൾ. സഖാവ് പിണറായിക്ക് അഭിവാദ്യങ്ങൾ. 100 ചുവപ്പന്റെ അഭിവാദ്യങ്ങൾ. റെഡ് സല്യൂട്ട്, റെഡ് സല്യൂട്ട്.